കോതമംഗലം വടാട്ടുപാറയിൽ 3 BDS വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പലവൻപടിപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മാർ ബെസേലിയസ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളായ ബിയോൺ, ഹരീഷ്, അതുൽ എന്നിവരാണ് മരിച്ചത്. കോതമംഗലം വടാട്ടുപാറ പലവൻപടിപ്പുഴയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് അപകടമുണ്ടാകുന്നത്. മാർ ബെസേലിയൂസ് ദന്തൽ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. 9 അംഗ സംഘമായിരുന്നു അവിടേക്ക് എത്തിയത്. അതിൽ 3 പേരാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ബിയോൺ, ഹരീഷ്, അതുൽ എന്നീ 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ ഹരീഷ് തിരുവനന്തപുരം സ്വദേശിയും മറ്റ് 2 പേർ കോട്ടയം സ്വദേശികളുമാണ്. ഇടമലയാർ ഡാമിന് താഴെയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആഴമേറിയ ഒരു പ്രദേശം കൂടിയാണ്. അതുതന്നെയാണ് അപകടത്തിന് കാരണമായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഒരു വിദ്യാർത്ഥി അപകടത്തിൽപ്പെട്ടപ്പോൾ മറ്റ് 2 പേർ ഈ അപകടത്തിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ 3 പേരും ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആഴമേറിയ ഒരു പ്രദേശമാണ്. പരിചയമില്ലാത്തവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുള്ള ഏരിയ ആണ്. പ്രദേശവാസികളാണെങ്കിൽ പോലും അത്യാവശ്യം നീന്തൽ അറിയാവുന്ന ആളുകൾ പോലും അവിടെ പോകാറില്ല. കണ്ടമാനം ചുഴി കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിപ്പോൾ ഈ നാട്ടുകാരാണെങ്കിൽ പോലും പോയാൽ റിസ്ക്കാണ്. ഏകദേശം 1 മണിക്കൂറോളം സ്ഥലത്ത് തിരച്ചിൽ നടത്തി. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷമാണ് 3 പേരുടെയും മൃതദേഹം കണ്ടെടുത്തത്. അതിനുശേഷം കോതമംഗലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നു. ഇപ്പോൾ നിലവിൽ മൃതദേഹം കോതമംഗലത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതേയുള്ളൂ. ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ UK-യിലാണ്. മറ്റ് 2 വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ വിവരമറിഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. അതിനുശേഷമാണ് ഇൻക്വസ്റ്റും മറ്റ് നടപടികളുമൊക്കെ തന്നെ പൂർത്തിയാക്കുന്നത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി കോളേജിൽ വെച്ചതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് നടപടികൾ നമ്മൾ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് ഈ പലവൻപടിപ്പുഴയിൽ അപകടം ഉണ്ടായിട്ടുണ്ട്. ഒരു വനപ്രദേശമാണ്, ആൾതാമസമൊന്നും ഇല്ലാത്ത മേഖലയാണ്. പണ്ടൊക്കെ ആൾതാമസം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. 21 പേരോളം മരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് ബോർഡുമൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ പലപ്പോഴും അതറിഞ്ഞിട്ടും ആളുകൾ അവിടേക്ക് എത്തുന്നത് അപകടത്തിന് കാരണമാകുന്നു. 9 അംഗ സംഘമാണ്. ഇന്ന് അവധി ദിവസം കൂടിയായിരുന്നു. ഉച്ചയോടുകൂടി അവിടെ കുളിക്കാൻ വേണ്ടിയിട്ടെത്തിയത്. അതിൽ 3 പേർ ഒഴുക്കിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. മൃതദേഹം നിലവിൽ കോതമംഗലത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. ബിനു പാമ്പയ്ക്കൊപ്പം സ്നേഹമോളൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.